നമസ്കാരമുണ്ട്. ഇന്ന് 22 ജൂലൈ 2025. എല്ലാ ചങ്ങാതിമാരോടും പറഞ്ഞ് ഞാൻ കേരളത്തിൻ്റെ 2026 മുഖ്യമന്ത്രിയായിട്ട് ഇവിടുത്തെ ഫുള്ളായിട്ട് ഉദ്യോഗസ്ഥന്മാരെ വോട്ടില്ലാണ്ട് തിരഞ്ഞെടുത്ത് രംഗത്ത് വന്നാൽ എല്ലാ 55 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഫാമിലി ഉള്ളവർക്ക് 10,000 അല്ലെങ്കിൽ 25,000 രൂപ പെൻഷൻ കിട്ടും. അതുപോലെ തന്നെ 100% ആളുകൾക്ക് എല്ലാ വാർഡിലും ജോലി സ്ഥാപനം തുടങ്ങും. അതിലെല്ലാവരും നിർബന്ധമായും ജോലിയെടുക്കണം. അതുപോലെ തന്നെ കല്യാണം മുടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ സ്പോട്ടിൽ വധശിക്ഷ നൽകും. അതുപോലെ തന്നെ 200 രൂപയുടെ രോഗം മാറുന്ന മരുന്ന്, കിഡ്നി വൃക്കേണ്ട സൂക്കടുള്ള ആളുകൾ ഇനി ഉണ്ടാവില്ല. അതുപോലെ തന്നെ മജ്ജപ്പഴുപ്പിൻ്റെ ആളുകൾ ഉണ്ടാവില്ല. കാരണം അതൊക്കെ രോഗം മാറണ മരുന്ന് കൊടുത്ത് കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അതുപോലെ റേഷനരി, അതുപോലെ ഉദ്യോഗസ്ഥരുടെ നിലവിലുള്ള സാധനത്തിനൊന്നും തൊടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അവരുടെ ആജ്ഞയൊന്നും അനുസരിക്കില്ല. നിലവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പം എന്താണോ ഉള്ളത് അത് അവിടെ നിർത്തും. അവിടുന്ന് മുകളിലേക്കില്ല. അതായത് പുതിയ ഉദ്യോഗസ്ഥരെ നിയമിക്കില്ല. അതുമാത്രമല്ല ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ കാര്യക്ഷമത കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10,000 രൂപ പെൻഷൻ 10,000-ൻ്റെ മുകളിൽ പെൻഷൻ വാങ്ങുന്നവരുടെ പൈസയൊക്കെ തുല്യ പെൻഷനിലേക്ക് മാറും. മാത്രമല്ല ബാങ്കിലെ ബാലൻസ് അവരുടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ പെൻഷനിലേക്ക് മാറ്റും. അതിനൊക്കെ കാരണങ്ങൾ ഈ ഉദ്യോഗസ്ഥന്മാർ മുമ്പ് ചെയ്തിട്ടുള്ള പലതുമാണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ അതിന് നല്ല നടപടിക്രമം ഉണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക തന്നെ ചെയ്യും. കാരണം ഞാൻ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം കൊണ്ട് വെച്ചിട്ട് ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ലീഗുകാരോടൊരു വാക്ക് പറയാണ്, തോന്നിയ ദിവസം കളിച്ചാലൊന്നും വെച്ച് പൊറപ്പിക്കില്ല. അതുമാത്രമല്ല വിദ്യാഭ്യാസം കംപ്ലീറ്റ് നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കൊണ്ടുവരികയെന്ന് വെച്ചാൽ അതിനൊരുപാട് ചുറ്റുപാടുണ്ട്. അഭ്യാസം എന്നതിൻ്റെ അർത്ഥം മൂല്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇരുന്നാൽ ഇത് 5 കൊല്ലം കൊണ്ട് ഫുള്ളായിട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ നമുക്കിരുന്ന് കാത്തിരുന്ന് കാണണം കേട്ടോ. അല്ലാതെ പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോഴത്തെ റോഡ് സംവിധാനങ്ങളിലൊക്കെ മാറ്റം വരും. അതുപോലെ തന്നെ എല്ലാ വാർഡിലും തൊഴിൽ സ്ഥാപനം കൊണ്ടുവരും. റേഷനരി നിങ്ങൾക്ക് അതിൻ്റെ യോഗ്യത ഉള്ളവർക്കൊക്കെ കിട്ടും. ഫ്രീ അലോട്ട്മെൻറ്റ് വീട് ആർക്കും ഉണ്ടാവില്ല. അതിന് പകരം നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ജോലി ഉണ്ടാവും. നിങ്ങളുടെ ലോൺ വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഇത്ര രൂപ നിങ്ങൾ ചിലവിലേക്ക് ഇത്ര ലോണിലേക്ക് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പരിഗണന ഉണ്ടാവും. നിങ്ങളെ ഏത് കൊടുക്കണം. അതിൽ ഏറ്റവും കൂടുതൽ രോഗികളുടെ എണ്ണം ചുരുക്കുക എന്നതാണ്. വൃദ്ധർ, വയസ്സായ ആളുകൾ ഒരുപാടുണ്ടാവും. അതുപോലെ കുട്ടികൾ രോഗമുള്ളത് കംപ്ലീറ്റ് മാറ്റും. അതുപോലെ ആശുപത്രി സംവിധാനങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാവും. അത് സാധാരണ നടപടി ആയിരിക്കില്ല. അവരിപ്പോൾ ചെയ്യുന്നതൊക്കെ അവർക്ക് ശരി എന്നുള്ളതാണ് കാര്യങ്ങളുള്ളത്. അതല്ല, ഞാൻ സ്വന്തം മരുന്ന് കണ്ടുപിടിച്ച ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ചില പരിമിതികളൊക്കെ ഉണ്ട്. അതുപോലെ മരുന്ന് കണ്ടുപിടിച്ച ആളുകളുടെ ഫയല് വല്ലാണ്ട് ചെക്ക് ചെയ്യില്ല. മരുന്ന് കണ്ടുപിടിച്ച ഫാമിലി പെടുന്ന ആളുകളുണ്ട്, അവരുടെ ഫയല് വല്ലാണ്ട് ചെക്ക് ചെയ്യില്ല. അവരെ ഒരു വിശ്വാസത്തിനെടുക്കാൻ തരത്തിൽ എന്തെങ്കിലും 2-3 ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഒഴിവാക്കും. അവരുടെ പേരിൽ നടപടി വേണമെങ്കിൽ 70% ആളുകൾ മരിച്ച റിപ്പോർട്ട് കിട്ടണം. അല്ലാണ്ട് നടക്കില്ല. മനസ്സിലായല്ലോ? 70%. അതായത് ഇംഗ്ലീഷ് മരുന്നിൽ 1% ഇല്ലാത്തടത്താണ് ഇത്രയും ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ മൗലവിമാർ നുണയായിട്ട് ഒരു സ്ഥലത്തും മജ്‌ലിസ് നൂർ ഉണ്ടാക്കില്ല. ഒരു പള്ളിയിലും കുത്തുമ്പ നടത്തുമ്പോൾ അതിൻ്റെ ക്ലിയർ CCTV പ്രദർശിപ്പിക്കും. അത് അറിയേണ്ടി വരും. കാരണം ഇവർ തെമ്മാടിത്തരം ചെയ്യേണ്ട. അതുപോലെ ആംബുലൻസുകളുടെ ഓട്ടം ഉണ്ടാവില്ല. പകരം നിങ്ങൾക്ക് ചികിത്സ കിട്ടും. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനെല്ലാവരും സഹകരിക്കണം. കാരണം നല്ല കാര്യങ്ങൾ ഒരുപാട് മാറ്റം വരുത്തണമെങ്കിൽ നിലവിലുള്ള ഇപ്പോൾ രാഷ്ട്രപതിമാർക്കടക്കം നമ്മുടെ നാട്ടിൽ ചികിത്സയില്ല. VS അച്യുതാനന്ദന് ചികിത്സ കിട്ടിയിട്ടല്ല മരിച്ചത്, ആശുപത്രിക്കാർ കൊന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾക്ക് 100% ഇന്നുള്ള കുട്ടികൾക്ക് ജോലി വേണം, ഭാര്യ വേണം, വീട് വേണം. ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു സംവിധാനമാണ്. ഇത് ലോകത്ത് ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല. ട്രംപിന് പറ്റില്ല,
പിന്നെ ഇവർക്ക് പറ്റില്ല. അങ്ങനെ സംവിധാനമാണ്. അതായത് ഒരു 3-4 കീശയിൽ വെച്ചിട്ടുള്ള സംവിധാനമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. എനിക്ക് വോട്ട് ചെയ്യണം. കൈ പൊന്തിച്ച് വോട്ട് ചെയ്യണം. ബാലറ്റ് പേപ്പർ കൂടെ എനിക്ക് വേണ്ട. കൈ പൊന്തിച്ച് വോട്ട് ചെയ്യണം. അതന്നെ ഒരു ഉദ്യോഗസ്ഥന്മാർ ഈ പരിസരത്തേക്ക് വരരുത്. അവർ പോലീസായാലും പട്ടാളമായാലും. എനിക്ക് ആകെ വിശ്വാസമുള്ളത് ഒരു 30% സാധാ പോലീസുകാരും അതുപോലെ നമ്മുടെ ഫയർഫോഴ്സുകാരെ, വേറെ ഒരാൾക്ക് ഒരു അനുമതിയും തരില്ല. കാരണം എനിക്കട്ട് വേണ്ടേന്. എൻ്റെ സംവിധാനം മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് പറ്റുന്നവർ മാത്രം പങ്കെടുത്താൽ മതി. അതുപോലെ മൈലിയന്മാരോടൊരു വാക്ക്, നിങ്ങളെ നുണ പറഞ്ഞാൽ വെച്ച് പൊറപ്പിക്കില്ല. നിങ്ങളുടെ വോട്ടും മൈരൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ സമസ്തയോടൊക്കെ പറയണമെങ്കിൽ എവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ലീഗ് പൂർവ്വന്മാർ